ശ്രീ ജയചന്ദ്രൻ, അതായത് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ബി.ജെ.പിയിൽ നിന്നല്ല, ക്രിമിനൽ സംഘങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ പറയുന്നത്. വക്കീൽ പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഈ ശരൺ 1-ാം പ്രതിയും സുധീഷ് 4-ാം പ്രതിയുമായിട്ടുള്ള SFI പ്രവർത്തകരായ 3 പേരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുട്ടികൾ ഒരിടത്ത് നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടുന്ന് സെൽഫി എടുക്കാൻ പറ്റില്ല. ഇതാണ് ഈ പറയുന്ന ഇഡലി ശരൺ എന്ന് പറയുന്ന ആളുടെ ന്യായവും വാദവും. അങ്ങനെയാണ് അവിടെ അന്ന് അടിപിടി ഉണ്ടാകുന്നതും തലയുടെ പിന്നിൽ മർദ്ദിക്കുന്നതും ഇവർ കൊലപാതക ശ്രമക്കേസിൽ പ്രതിയാവുന്നതുമൊക്കെ. കഴിഞ്ഞ ദിവസം എന്താണ് പാർട്ടി പറഞ്ഞത്? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് രാഷ്ട്രീയ കേസുകളുണ്ടാവും. ഒരു കേസിൽ ഒഴികെ ബാക്കിയെല്ലാം രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. സ്ത്രീകളെ അസഭ്യം പറയുന്നത് രാഷ്ട്രീയ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ആ റിപ്പോർട്ടിലുള്ള മറ്റ് കേസുകളൊക്കെ രാഷ്ട്രീയ കേസെന്ന് പറയുന്നു. ഇവർക്ക് ഒരു രാഷ്ട്രീയവുമില്ല, പക്കാ ക്രിമിനലുകളാണ് എന്ന് തെളിയിക്കുന്ന സർക്കാർ രേഖകളടക്കമുണ്ട്. ഇവരെ എന്തിനാണ് പാർട്ടിക്ക്? ഞാൻ വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത്, ഇവരെ എന്തിനാണ് പാർട്ടിക്ക്? അല്ല, ഇതാരാണ് പറയുന്നത് മാധു? ഇപ്പോൾ പ്രിയ സ്നേഹിതൻ ശ്രീ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞു ഇതൊന്നും രാഷ്ട്രീയ കേസല്ല, ഇവരാരും BJP-ക്കാരുമല്ല. പക്ഷേ ഇന്നലെ വരെ ഞാൻ മറ്റ് വിവിധ ചാനലുകളിൽ പങ്കെടുത്തു പോകുന്ന ഒരാളാണ് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരു BJP നേതാവ് ഷാജി രാഘവനാണെന്നാണ് ഓർമ്മ. അതെ, പിന്നെ അവരടക്കം പറയുന്നത് 1 വർഷമായിട്ട് ഇവർക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല, അത്രേ ഉള്ളൂ. 1 വർഷത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹത്തിന് മുമ്പിൽ. പക്ഷേ ശ്രീപത്മനാഭൻ്റെ മുമ്പിൽ അതല്ല, ഇവർ പാർട്ടിക്കാരേ അല്ല, ഇവർക്ക് പിന്നെ BJP എന്നുള്ള പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ചർച്ച എടുത്തപ്പോൾ നമ്മളുടെ പാനലിൽ ഇരുന്നവരും പറഞ്ഞു 1 വർഷവുമായി ബന്ധവുമില്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഞങ്ങൾ ഇത്തരക്കാരെ ഒഴിവാക്കുകയാണെന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJP ഒഴിവാക്കി വിടുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവരെ പാർട്ടിക്ക് എന്തിന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ഞാനത് പറയാം മാധു, എനിക്ക് പറയാനുള്ള സമയമാണല്ലോ, ഞാനത് പറയാം. ഇത്തരക്കാരെ ഈ ഒരു പാർട്ടിയിൽ ഇപ്പം മലയാലപ്പുഴ പ്രദേശത്ത് നിന്നാണല്ലോ ഈ 62 പേരും വന്നത്. അതേതായാലും സമ്മതിക്കുമല്ലോ BJP നേതാക്കൾ. ശ്രീപത്മനാഭന് സമ്മതിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പ്രാദേശികമായിട്ട് അന്വേഷിച്ചത് മാതൃഭൂമി അന്വേഷിക്കണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാനും അത് തന്നെ പറയാം. അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ ഉന്നയിച്ച നിർദ്ദേശം തന്നെ ഞാനും പറയാം. മാതൃഭൂമി തന്നെ അന്വേഷിക്കട്ടെ, മലയാളപ്പുഴ പ്രദേശത്തുള്ള ഈ പറഞ്ഞ 62 പേർക്ക് എന്താണ് അവരുടെ പൊളിറ്റിക്കൽ ലൈനപ്പ് എന്താണെന്നുള്ളത് അന്വേഷിച്ചോട്ടെ. നേരത്തെ, ഇപ്പോഴല്ല, ഇപ്പോൾ അവർ CPM-കാരായല്ലോ, ആയി. ഇനിയിപ്പോൾ ഇവരെ CPM-കാർ മാലയിട്ട് സ്വീകരിക്കുന്ന എന്തിനാണെന്നുള്ളതാണല്ലോ മാധുവിൻ്റെ ചോദ്യം. അങ്ങനെ ഈ ഞങ്ങളെ BJP ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് യദുകൃഷ്ണൻ പറഞ്ഞത്. BJP-യുടെ ഒരു നേതാവിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണല്ലോ, സുരേഷ് അങ്ങനെ ഒരാളുടെ പേരാണ് പറഞ്ഞത്, ഇലന്തൂര്. അയാൾ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് ഉൾപ്പെടെ ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വേറെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഈ വിഷയം ഈ ടോപ്പിക്ക് മാറ്റുകയല്ല. പക്ഷേ ജ്യോതികുമാർ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധം പറയാനുണ്ട്. ഈ CPIM-കാർ 18 or 19 സഹകരണ സംഘം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ? ഈ BJP-യുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ കെ ആൻ്റണി എന്താണ് പത്രസമ്മേളനം നടത്തി പത്തനംതിട്ട പറഞ്ഞത്? ഇലക്ഷൻ കാലത്ത് ആൻ്റോ ആൻ്റണി MP-യുടെ ഇന്നും അദ്ദേഹമാണ് MP, അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ സഹകരണ ബാങ്കിൽ നിന്ന് എത്ര കോടി രൂപയാണ് മോഷ്ടിച്ചതായിട്ട് പറഞ്ഞത്, തട്ടിപ്പ് നടത്തിയതായിട്ട് പറഞ്ഞത്? ആൻ്റോ ആൻ്റണി MP-യുടെ സഹോദരൻ. അത് ഇന്നേ വരെ കോൺഗ്രസ് മറുപടി പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന് അക്കാര്യത്തിൽ നിലപാട് വേണ്ടതല്ലേ? അപ്പോൾ ആ സഹകരണ മേഖലയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? പിന്നെ എന്ത് പ്രശ്നം പറഞ്ഞാലും ശരി, CPM-ൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടുമ്പോൾ ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയിലൊരു നിയമം, ഈ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയത് ജ്യോതികുമാറിന് അറിയാമല്ലോ, മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്, 2011 December 27. പക്ഷേ നിയമമാകുന്നത് രാജ്യസഭയോടെ പാസ്സാക്കി നിയമമാകുന്ന 2014 May 9 രാഷ്ട്രപതി ഒപ്പിടുന്നത്. അത് വേറൊരു കാര്യം. ഈ വിസിൽ ബ്ലോവർ ആവാൻ വയ്യ നിങ്ങൾക്ക്. പ്രതിപക്ഷം CPM ആണല്ലോ ഭരിക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി. അവർ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനോ KSU-വിനോ വിസിൽ ബ്ലോവർഷിപ്പ് ഒന്ന് കൊടുത്തുകൂടെ? ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് അവതരിപ്പിക്കൂ. സുപ്രീം കോടതി വരെ അംഗീകരിക്കും. എന്റെ ഒരു സംശയം വ്യക്തിപരമായി ഞാനോട് ചോദിക്കുകയാണ്, ഏതാണ് ഈ വിഷയത്തിൽ നിന്ന് മാറി ഏറെ സംസാരിച്ചു പോയിരിക്കുന്നു? അല്ല, ഞാൻ ഇത് സഹകരണ മേഖലയിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 2 gram കഞ്ചാവ് എന്തിനാണ് പിടിച്ചത്? അത് പിന്നെ കൂടുതലായാൽ ജാമ്യം കിട്ടാതെ പോകുന്ന വകുപ്പല്ലേ? അങ്ങനെയല്ല സർ,
ഇത് നമ്മുടെ ഈ പിന്നെ കേന്ദ്ര നിയമമാണല്ലോ പിന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറയുന്നത്. അത് പ്രകാരം പിന്നെ 999 ഗ്രാം കഞ്ചാവ് വരെ പിടിച്ചാൽ ജാമ്യം കിട്ടും. അതിന് മുകളിലാണെങ്കിൽ നോൺ ബെയിലബിൾ ആണ്. അത് നിയമമാണ്. അത് കേരള സംസ്ഥാനം വളരെ കാര്യമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അനുവദിച്ചു തരണം. ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് രണ്ടിൽ ഒരാളെ വിശ്വാസത്തിലെടുക്കാനേ കഴിയുള്ളൂ. ഒന്നെങ്കിൽ കേരള പോലീസിനെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ പറയുന്ന പാർട്ടിക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവും ഉള്ളതിന് പ്രതി മാലയിട്ട് ആനയിച്ചു കൊണ്ടുവന്ന യദുവിനെ. ഒന്നുകിൽ യദു കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ കേരള പോലീസ് കഞ്ചാവ് കയ്യിൽ വെക്കുന്നു, അത് കുറേശ്ശെയായി എടുത്ത് ഓരോ പ്രതികളുടെ കേസിന് വേണ്ടി ആവശ്യത്തിനനുസരണം കൊടുത്ത് വിതരണം ചെയ്ത് കള്ളക്കേസ് എടുക്കുന്നു എന്ന് പറയണം. ഈ സിസ്റ്റത്തെ, അതായത് സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെ, അതിന് കീഴിലുള്ള പോലീസിനെ, അവരുടെ നൈതികതയെ ഞാൻ വിശ്വസിക്കണോ, യദുവിനെ വിശ്വസിക്കണോ? അല്ല, നമ്മളിവിടെ പിന്നെ ജഡ്ജ്മെൻ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ മാധു. ഇവിടെ നമ്മളിരിക്കുന്ന വക്കീലന്മാരും അല്ല ആരും വാദിക്കാൻ. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ജഡ്ജ്മെന്റിന്റെ കാര്യം നമുക്കെന്താ ഉള്ളത്? വിശ്വാസത്തിലെടുത്തുകൊണ്ടാണല്ലോ ഈ പറയുന്ന സമുന്നതനായ വ്യക്തിയെ, ഈ പറയുന്ന വിശുദ്ധനായ ഒരാളെ 21 വയസ്സ് വരെ ഒരു കേസിലും പെടാത്ത, ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയ, അതും ഇത്തരത്തിൽ കള്ളക്കേസ് കുടുക്കിയ മുൻകാല പരിചയമുള്ള ചരിത്രമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇരയാക്കിയ ഒരാൾ എന്ന് പറയുമ്പോൾ കേരള പോലീസ് കഞ്ചാവ് ഇഷ്ടാനുസരണം കൊടുക്കാൻ പാക്കറ്റാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കണം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ, അല്ലേ? അല്ല എന്ന് പറയാനായിട്ട് താങ്കളുടെ എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ അവർ ചെയ്തിട്ടില്ല. എനിക്ക് തെളിവിന്റെ ആവശ്യമില്ല. അങ്ങേക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് തെളിവിന്റെ ആവശ്യമില്ല. നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ കയ്യിൽ കഞ്ചാവില്ലെന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ അങ്ങ് നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ പോലീസിനെയാണോ സംശയത്തിൽ നിർത്തുന്നത്? ഇതിപ്പോ BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ മാധു എന്ന ജേർണലിസ്റ്റിന് ആവശ്യമായ തെളിവുകളുണ്ടോ എന്നാ ചോദിച്ചത്. കേരള പോലീസിന്റെ കയ്യിൽ കഞ്ചാവില്ല എന്നതിനോ? എന്റെ വിശ്വാസമാണ് സാർ. ഞാൻ ഈ നാട്ടിൽ സുരക്ഷ ആഗ്രഹിക്കുന്ന ഒരു പൗരനല്ലേ. എന്റെ വിശ്വാസമാണ് നമ്മുടെ പോലീസ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. അങ്ങേക്ക് എതിർത്ത് വിശ്വാസമുണ്ടോ? ഞാൻ ഉന്നയിക്കുന്ന ഇഷ്യൂവേ അതല്ല. ഞാൻ പറയുന്ന യദുകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നു എന്റെ പേരിൽ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് എക്സൈസ്. അങ്ങനെ പറയാൻ അയാൾക്ക് അവകാശമില്ലേ? അയാൾക്ക് റൈറ്റ് ഇല്ലേ? അത് അന്വേഷിക്കട്ടെ. അതാ ഞാൻ പറയുന്നത്. താങ്കളുടെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഏതാണ് യദുകൃഷ്ണനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഏതാണ് യദുകൃഷ്ണനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എന്റെയോ താങ്കളുടെയോ ഇവിടെ ഈ പാനലിസ്റ്റുകളുടെയോ വിശ്വാസം എന്ത് പ്രസക്തിയാണ് ഇക്കാര്യത്തിലുള്ളത്? അയാൾ പറയാണ് എന്റെ പേരിൽ കള്ളക്കേസാണ്, അത് അന്വേഷിക്കണം എന്നല്ലേ പറയുന്നുള്ളൂ. അല്ല, വേറൊന്നും പറയുന്നില്ലല്ലോ ഇവിടെ. നാട്ടിൽ ഒരുപാട് പേർ പാർട്ടി അംഗത്വം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് പേർ പാർട്ടി അനുഭാവികളായി പെരുമാറുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ ആരെയും മാലയിട്ട് സ്വീകരിക്കാൻ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സോ ഒരു വലിയ പരിപാടിയോ ഒന്നും ഉണ്ടാകാറില്ല. അപ്പൊ അങ്ങനെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സവിശേഷതകൾ അവർക്കുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ നല്ല പൗരബോധമുള്ള, നല്ല നടപ്പുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഈ സ്പെഷ്യൽ പ്രിവിലേജ്, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് എനിക്കെതിരെ കേരള പോലീസ് എടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന്. സ്വാഭാവികമായും നമ്മൾ കേരള പോലീസിനെ സംശയിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു സംശയം അങ്ങേക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, എൻ്റെ സംശയം, എനിക്ക് സംശയമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു റിലവൻസും ഇവിടെ ഇല്ല. ഞാൻ പറയുന്ന അയാളുടെ സംശയം, അയാളുടെ പരാതി അന്വേഷിക്കപ്പെടണം. അയാൾ പറയുന്നത് ഈ കേസ് ഇങ്ങനെ എനിക്കെതിരെ കള്ളക്കേസാണ്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എക്സൈസ് മേധാവിക്ക്, SP-ക്ക് അവർക്ക് കൊടുത്തിരിക്കുന്നു. അത് പോലീസ് എക്സൈസ് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്കത് അന്വേഷിക്കാൻ സൗകര്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതോടെ എൻ്റെ നിലപാടല്ല. ഞാൻ തീരുമാനിക്കണം, വിധിക്കാനും ഇക്കാര്യത്തിൽ ആളല്ല. ശരി, ഓക്കെ. അങ്ങ് അത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞു എന്ന് തുടർച്ചയായ പ്രതിരോധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇനി സംശയിക്കേണ്ടത് കേരള പോലീസിനാണോ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്.